ഹായ് ഹലോ, ഇനി നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കടലക്കറി തയ്യാറാക്കിയാലോ. അതിനായി 250 ഗ്രാം കടല ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ഇട്ടുകൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം. ഇനി ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി പച്ചമുളക് 2 എണ്ണം ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ കടല മുങ്ങിക്കിടക്കുന്ന ഒരളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുള്ളിൽ നമുക്ക് ഇതിന്റെ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാവണ വരെ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. കടല ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 10 മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക. പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു 10 ചുവന്നുള്ളി ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടെ ഇതിൽ ഒരു തണ്ട് കറിവേപ്പിന്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. അതിന്റെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. ആ മസാല എല്ലാം കടലയിലേക്ക് നന്നായിട്ട് ആവുന്നത് വരെ അതൊന്ന് ഇളക്കിയെടുക്കാം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോ ഞാനിവിടെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.